ഹലോ ഗെയ്സ്, പത്തരമാറ്റിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മൂർത്തി മുത്തശ്ശൻ പറയാണ്, മോൾക്ക് ഓൾറെഡി വയ്യാതിരിക്കുമോ, ഹോസ്പിറ്റലിൽ പോയിട്ടിരിക്കുമോ എന്നൊക്കെ അറിയാൻ പാടില്ലേ, എന്നിട്ട് മോളെ പോയി തള്ളിയിട്ടതിന് ഇവൾക്കിത് കിട്ടിയതിലിപ്പം നമുക്കൊന്നും പറയാൻ പറ്റില്ല എന്ന് പറയും കേട്ടോ. ഇത് കേൾക്കുമ്പോഴത്തേക്കും അനാമി പറയാണ്, അല്ലെങ്കിലും അവളുടെ ചേച്ചീനെയൊക്കെ ഇവിടെ എന്ത് ചെയ്താലും ചോദിക്കാൻ 100 പേരാ, എനിക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു മനുഷ്യനില്ല എന്ന് പറയും കേട്ടോ. അപ്പോഴത്തേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട്, നിന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട് ഇവളോ എന്നൊന്നും വിളിക്കരുതെന്ന്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് അനാമി പറയാണ്, ഞാൻ എൻ്റെ ഭാഗത്ത് തെറ്റില്ലാത്തടത്തോളം ഞാൻ ആരോടും ക്ഷമ പറയാൻ പോകുന്നില്ല. മുത്തശ്ശൻ അത് പ്രതീക്ഷിക്കാൻ വേണ്ടാന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് കയറിപ്പോവുക കേട്ടോ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ജാനകി പറയാണ്, എല്ലാവരും എൻ്റെ മരുമോളെ ഇവിടുന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ടായിരിക്കുമല്ലോ നോക്കുന്നത്. ആ സ്ഥാനത്തോട്ട് അവളുമാരുടെ അനിയത്തിയെ കൊണ്ടുവരാൻ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അതെന്തായാലും നടക്കാൻ പോണില്ല. ഈ ജന്മം ഞാൻ അതിന് അനുവദിക്കില്ല എന്നും പറഞ്ഞ് അവിടെ നിന്ന് അങ്ങ് പോവാം കേട്ടോ. ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ദേവയാനി പറയാണ്, കുടുംബത്തിൽ ഇത്രയും പ്രശ്നങ്ങളാണെങ്കിൽ അച്ഛനും അമ്മയും പറഞ്ഞ പോലെ കുടുംബം വീതം വെക്കുന്നത് തന്നെയാണ് നല്ലത്. എല്ലാവരും ഓരോ വഴിക്ക് പോട്ടെ, അല്ലെങ്കിൽ പിന്നെ ഞാൻ എന്താ പറയുക എന്നിങ്ങനെ പറയും കേട്ടോ. അത് കേൾക്കുന്ന സമയത്ത് ജലജ ചെറുതായിട്ട് സന്തോഷമാവുകയാണ്. അപ്പോൾ തന്നെ ആദർശപരമാണ് കേട്ടോ, അങ്ങനെയൊന്നും കുടുംബം ഇപ്പോൾ തൽക്കാലം വെട്ടിമുറിക്കാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല. പിന്നെ അങ്ങനെ മുറിച്ചത് തന്നെ അമ്മയ്ക്ക് ഏറ്റവും വിഷമം വരുന്നത് നയനെക്കുറിച്ച് ഓർത്തിട്ടായിരിക്കും. പിന്നെ ഒരു കാലത്ത് നയനെ ഒരു പക്ഷേ കുറച്ചതിന് സ്നേഹിക്കാമായിരുന്നു എന്നുള്ള കുറ്റബോധം അമ്മയ്ക്ക് ഉണ്ടാവും എന്ന് പറയും കേട്ടോ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആദർശങ്ങൾ കയറിപ്പോയി കഴിയുമ്പോഴേക്കും ദേവയാനി മുത്തശ്ശിയോടും പറയാണ്, അതെന്താ ഇപ്പം അവൻ അങ്ങനെ പറഞ്ഞിട്ട് പോയെന്ന് ചോദിക്കുമ്പം മുത്തശ്ശൻ പറയാണ്, നിൻ്റെ മകനെ മറ്റാരെയും മൂർത്തീസ് ജ്വല്ലറി ഏൽപ്പിക്കാതെ MD കസേരയിൽ ഇരുത്തിയതിനൊരു കാരണമുണ്ട്. അവൻ്റെ തലയ്ക്കകത്ത് മറ്റിവിടെ എല്ലാവരേക്കാളും കുറച്ച് ആൾതാമസം കൂടുതലാണ്. അങ്ങനെയുള്ള അവൻ ഇപ്പം നയനെ സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവുമെന്ന് മാത്രം നീ മനസ്സിലാക്കുക. കുറേ തവണ നിൻ്റെ സംശയങ്ങൾ നിന്നോട് തന്നെ ചോദിച്ചു കഴിയുമ്പോൾ നിനക്ക് തന്നെ ഉത്തരം കിട്ടിക്കോളും. അത്രയ്ക്ക് ബോധമില്ലാത്ത ആളല്ലല്ലോ നീ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാട്ടോ മുത്തശ്ശൻ. ആ സമയത്ത് ജലജ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഇതിനിടയ്ക്ക് എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടല്ലോ, അതെന്തായിരിക്കും എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. കഴിഞ്ഞ മുത്തശ്ശൻ നേരെ വന്നിട്ട് ആദർശനോട് സംസാരിക്കുവാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അങ്ങനെ ഹോസ്പിറ്റലിൽ പോകാൻ കൂട്ടാക്കുന്നില്ല, അതുകൊണ്ട് എങ്ങനെയുണ്ടെന്ന് അറിയില്ല മുത്തശ്ശ എന്നൊക്കെ പറയുക കേട്ടോ. അപ്പോഴത്തേക്കും മുത്തശ്ശൻ പറയാം, എന്തായാലും കൊച്ചുമക്കളുടെ ജീവിതം ഒരിക്കലും നശിച്ചു പോകണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. പക്ഷേ അനിയുടെ കാര്യത്തിൽ എന്ത് ചെയ്യാനാണ് പറ്റുന്നത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ആദർശം പറയാം, അവനോട് പോരുന്ന് ഞാൻ പലതവണ വിലക്കിയതാണ്, നയനെയും വിലക്കിയതാണ് എന്ന് പറയുമ്പോഴത്തേക്കും മുത്തശ്ശൻ പറയാം, നിന്നേക്കാളും മുമ്പ് നയനെ മനസ്സിലാക്കിയവനാണ് ഹനി. അതുപോലെ തന്നെ അവളുടെ കുടുംബക്കാരോടും അവളോടും ഒരു സ്നേഹമുണ്ട്. നിൻ്റെ അമ്മയോടാണ് അവൻ്റെ സ്വന്തം അമ്മയെക്കാളും എനിക്ക് സ്നേഹമുള്ളത്. അങ്ങനെ ഉള്ള നിൻ്റെ അമ്മയ്ക്ക് കരൾ പകുത്തു കൊടുത്തത് നിൻ്റെ ഭാര്യയാകുമ്പോൾ അവൻ പോകുന്നേ തെറ്റ് പറയാൻ പറ്റില്ല. പക്ഷേ അതിൻ്റെ പേരിൽ അവൻ്റെ കുടുംബബന്ധം നഷ്ടപ്പെട്ടു പോകുന്നതും എനിക്ക് വലിയ വിഷമമുള്ള കാര്യമാണ്. അത് കഴിയുമ്പോഴത്തേക്കും ആദർശം വരുന്നുണ്ട്, എന്ത് ചെയ്യാനാ, അവിടെ ചെന്ന് അനാമിക അത്രയും പ്രശ്നം ഉണ്ടാക്കിയതുകൊണ്ടാണ്. ഇതിപ്പം നന്ദുവിനെയും കുറ്റം പറയാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറയും കേട്ടോ. കഴിയുമ്പോൾ അവർ പരസ്പരം പറയുകയാണ്, എന്തായാലും വരുന്ന പോലെ നോക്കാം, മാക്സിമം ഇനി അനിയെ അവിടേക്ക് പോകുന്നതെന്ന് നമുക്ക് ഒഴിവാക്കണം, അതെങ്ങനെയും പറഞ്ഞ് മനസ്സിലാക്കണം എന്നൊക്കെ പറയും കേട്ടോ ആദർശം. അത് കഴിയുമ്പോഴത്തേക്കും കനകയും ഗോവിന്ദനോട് വീട്ടിൽ വരുവാണ്. വന്നു കഴിയുമ്പോഴത്തേക്കും നന്ദുവിനോട് ചൂടാവുകയാണ് കേട്ടോ. എന്നിട്ട് പറയുകയാണ്, അനിയുടെ അമ്മ വിളിച്ച് എല്ലാം പറഞ്ഞു. അത് കഴിഞ്ഞ് അനീനെ വിളിച്ചപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലായത്. എന്നാലും നന്ദൂട്ടാ, എന്തിനാ അനി ഇവിടെ വരുന്നത് എന്ന് ചോദിക്കുമ്പോഴേക്കും നന്ദുവിന് ദേഷ്യം വരുവാണ് കേട്ടോ. നന്ദു പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞിട്ടാണോ, ഞാൻ എന്തെങ്കിലും ചെയ്തെങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാം, അല്ല ഞാൻ എന്താ ചെയ്യണ്ടേ എന്നൊക്കെ ഇങ്ങനെ പറയുമോ കേട്ടോ. ആ സമയത്ത് കനക പറയുന്നുണ്ട്, പോയാലും വേണ്ടിയല്ല, നീ കാരണം നിൻ്റെ 2 ചേച്ചിമാരുടെ ജീവിതം നശിപ്പിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയും കേട്ടോ. ഇത് കേൾക്കുമ്പോൾ നന്ദുവിനാകെ വിഷമമാവുകയാണ്. ആ സമയത്ത് നയന പറയുന്നുണ്ട്, അവളുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ലല്ലോ അമ്മേ, പിന്നെ എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് പറയും കേട്ടോ. അപ്പോൾ ഗോവിന്ദനും പറയുന്നുണ്ട്, മോള് ചെയ്തതിൽ തെറ്റൊന്നുമില്ല, സ്വന്തം ചേച്ചീനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട ആരായാലും പ്രതികരിച്ചു പോവും. പിന്നെ ഇനി ഇവിടെ കിടന്ന് പ്രശ്നവും വഴക്കൊന്നും വേണ്ടെന്ന് കനകയോട് പറഞ്ഞ് മനസ്സിലാക്കുവാണ് കേട്ടോ. എങ്കിലും വിഷമം വന്ന് നന്ദു വെളിയിലിറങ്ങിപ്പോയി ഒരു സൈഡിൽ വഴിയിൽ നിന്നിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ട് അനിയങ്ങ് വരും കേട്ടോ. അപ്പം നന്ദു പറയുന്നുണ്ട്, ഇപ്പം മനസ്സിൽ ഓർത്തുള്ളൂ, അനിയനെ ഒന്ന് കാണാൻ പറ്റിയിരുന്ന് വിളിക്കണം എന്ന് ഓർത്തതാണ്. പക്ഷേ ഫോൺ എടുക്കാൻ പാടില്ലാത്തവരാണെങ്കിൽ പിന്നെ അതിൻ്റെ പേരിലായിരിക്കുമല്ലോ പ്രശ്നം. എന്തിനാണ് ഇങ്ങനെ വേദനിപ്പിക്കുന്നത്, ഞാനെല്ലാം മറന്ന് എൻ്റേതായ ലോകത്ത് ജീവിക്കുമല്ലേ, ഒരു പ്രശ്നത്തിനും വരുന്നില്ല. അനാമികയായിട്ട് പ്രശ്നം ഉണ്ടാക്കരുത്, ഇനി കഴിവതും ആ വീട്ടിലോട്ട് വരരുത്, അങ്ങനെ പറയാമോ എന്ന് എനിക്കറിയില്ല, നിങ്ങൾ മേടിച്ചെന്ന വീടാ എന്നൊക്കെ പറയുമ്പം അനി പറയുന്നുണ്ട്, വരണ്ടെന്ന് പറയാനുള്ള അധികാരമൊക്കെ ഉണ്ട്, നിങ്ങളുടെ വീട് തന്നെയാണ് അത്, പൂർണ്ണ അധികാരം നിങ്ങൾക്ക് തന്നെയാണ്. പക്ഷേ എനിക്ക് വരാതിരിക്കാൻ പറ്റില്ല, അവൾ പറയുന്ന പോലെ എനിക്ക് ജീവിക്കാനും പറ്റത്തില്ല. നിങ്ങളൊക്കെ പറഞ്ഞ പോലെ ഞാനൊന്ന് അനുസരിച്ചതുകൊണ്ടാണ് ഞാനിപ്പോൾ ആകെ കൂടെ പെട്ടുപോയത്.
ഈ ബന്ധം എങ്ങനെ മുമ്പോട്ട് പോകുമെന്നറിയാൻ വേണ്ടി കുടുംബ ജോത്സ്യനെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം ഇത് വലിയ കാലം മുമ്പോട്ട് പോവില്ല, പിരിയാൻ വേണ്ടിയുള്ള ഞങ്ങൾ രണ്ടുപേരും എന്തിനൊക്കെയോ വഴക്കിട്ടുകൊണ്ടിരിക്കുന്നു, അത്രയും മാത്രം എനിക്കറിയാം. ഒരു രീതിയിൽ അവൾ എൻ്റെ ഭാര്യയല്ല എന്ന് പറയും കേട്ടോ. ഇത് കേൾക്കുമ്പോൾ നന്ദു പറയുന്നുണ്ട്, അനി എന്തേലുമൊക്കെ ചെയ്ത് അനാമികനെ തിരിച്ചു ജീവിതത്തിലോട്ട് വീണ്ടും വിളിച്ച് കൊണ്ടുവരണം, അല്ലാതെ ഇങ്ങനെ പ്രശ്നങ്ങളായിട്ട് പോയാൽ ശരിയാവില്ല. നമ്മളെപ്പറ്റി മാത്രം ഓർത്താൽ പോരല്ലോ, നമ്മുടെ ചുറ്റുമുള്ളവരെ പറ്റിയും കൂടെ വിചാരിക്കണ്ടേ എന്ന് പറയും കേട്ടോ. അപ്പോൾ അനി പറയുന്നുണ്ട്, ഞാൻ എല്ലാവരെക്കുറിച്ചും ഓർത്താണ് ഇങ്ങനെ ആയത്, ഇനി എന്തായാലും എന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല, അവളെ കൊണ്ട് അത്രയ്ക്ക് ഞാൻ പൊറുതി മുട്ടി വീർപ്പ് മുട്ടിയാണ് ജീവിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുക കേട്ടോ. അത് കഴിയുമ്പോൾ ദേവയാനി എന്നിട്ട് ആദർശിനെ കാണുവാണ്. എന്നിട്ട് ആദർശനോട് പറയുന്നുണ്ട്, അനാമിക മോള് പിണങ്ങി വീട്ടിൽ പോയി, മുഖത്ത് പാടുമായിട്ട് പോയി കഴിഞ്ഞാലത്തെ അവസ്ഥ എന്താവുമെന്ന് നിനക്കറിയാമല്ലോ, എന്നിങ്ങനെയും അനിയെ പറഞ്ഞ് മനസ്സിലാക്കി നീ തിരിച്ചു കൂട്ടിക്കൊണ്ട് വരാൻ പറയണം മോളേന്ന് പറയും കേട്ടോ. അപ്പോൾ ആദർശ് പറയണം, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, അവളവിടെ പോയി നിൽക്കുവാണെങ്കിൽ നിൽക്കട്ടെ എന്ന് പറയുമ്പോൾ ദേവയാനി ചോദിക്കുന്നുണ്ട്, എന്നാ നിൻ്റെ ഭാര്യ പോയി നിൽക്കുന്നതുകൊണ്ടാണോ എന്ന് ചോദിക്കുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, എൻ്റെ ഭാര്യയുടെ അമ്മയല്ലേ അവിടെ പോയി നിൽക്കാൻ പറഞ്ഞേ, അമ്മയ്ക്ക് നയനയുടെ മൂല്യം അറിയത്തില്ല, അത് മനസ്സിലാവുന്നൊരു കാലം വരും എന്നൊക്കെ പറയുമ്പം ദേവയാനി ചോദിക്കുന്നുണ്ട്, നീ എന്താ ഇപ്പം ഇങ്ങനെയൊക്കെ പറയുന്നേ, പണ്ട് നീ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ എന്ന് ചോദിക്കുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, എല്ലാത്തിനും വ്യക്തമായ കാരണങ്ങളുണ്ട്, ഒരിക്കലും അനാമികയായിട്ട് നയനെ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല, അതമ്മ മനസ്സിലാക്കണം എന്നൊക്കെ പറയും കേട്ടോ. കുറേ നേരം ഇങ്ങനെ നയനെപ്പറ്റി പറയുന്നത് കേൾക്കുമ്പോഴത്തേക്കും ദേവേനി പറയുന്നുണ്ട്, നീ എപ്പോഴും നയന എന്ന് പറയാതെ ഞാൻ ആ ചെക്ക് കൊടുത്തു വിട്ട ആ പെൺകുട്ടിയുടെ കാര്യം എന്തായി, അവരിതുവരെ ചെക്ക് മാറിയില്ലേ, എനിക്ക് മെസ്സേജ് ഒന്നും വന്നില്ലല്ലോ, അതെന്താ അവർ മാറാത്തത്, ആ പെൺകൊച്ചിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇടയ്ക്ക് നീ ഒന്ന് ആലോചിക്കണം, എന്താ കുട്ടിക്ക് വേണ്ടതെന്ന് വെച്ചാൽ ചെയ്തു കൊടുക്കണം എന്ന് പറയും കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പം എന്താ പറയേണ്ടതെന്ന് അറിയാൻ വല്ലാതെ നിൽക്കുന്ന ആദർശിനെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും